അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ നമ്മൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തു അല്ലേ? ഇനി നമുക്കൊരു A+ ക്വസ്റ്റ്യൻ പഠിച്ചാലോ? അതായത് എത്ര തന്നെ പഠിച്ചാലും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് വരും. അപ്പൊ ആ ഒരു ചോദ്യം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നിങ്ങളെ A+ എത്തിക്കുന്ന ഒരു അടിപൊളി ചോദ്യം കാണിച്ചു തരാം. ചോദ്യം ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇതേ മോഡൽ ചോദ്യം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്. റൈറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഫ്രം 5 to 10 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്രൈംസ്. അതായത് 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. എന്തൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ വിചാരിക്കും. സംഗതി ഭയങ്കര സിമ്പിൾ ആണടാ. ഇവിടെ നോക്കി, റൈറ്റ് ദ പ്രൊഡക്റ്റ് ഗുണനഫലമാണ് എഴുതേണ്ടത് അല്ലേ? ഫ്രം 5 to 10 5 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നോക്കിക്കോ. 5 × 6 × 7 × 8 × 9 × 10 എഴുതാൻ സ്ഥലമില്ല. × 10 5 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തെ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലം, അതായത് പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്രൈംസ്. പ്രൈം നമ്പറുകൾ മാത്രം ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എഴുതണം. അതായത് മക്കളെ, ഈ തന്നിരിക്കുന്ന ഓരോ നമ്പറിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാക്കണം. പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കണം അല്ലേ? നിങ്ങൾക്ക് എന്താണ് പ്രൈം നമ്പർ എന്ന് കൃത്യമായിട്ട് അറിയാം. 5 എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 5ന് നമുക്ക് എന്ത് ചെയ്യാം? 5 തന്നെ എഴുതാം, വേറെ ഒന്നും ചെയ്യണ്ട. ഇൻറ്റു 6 എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യ സംഖ്യയല്ല, അതൊരു ഭാജ്യസംഖ്യയാണ്, ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 6 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 × 2 എന്ന് എഴുതാം. 3 2 6 അല്ലേ? ഇനി അടുത്തത് 7 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്, അതേപോലെ എഴുതുക. 8 എന്ന് പറയുന്നത് എന്തല്ല? ഒരു പ്രൈം നമ്പർ അല്ല. 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ് അല്ലേ? ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്ന് എഴുതുന്നു. എത്ര 2 ഉണ്ടെന്ന് എണ്ണി നോക്കി. എത്ര 2 ഉണ്ട് നോക്കി. 1 2 3 4 5 കഴിഞ്ഞു. 2 എത്ര എണ്ണം എഴുതുക. 3 എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി. 3 എത്ര എണ്ണം ഉണ്ട്? 1 2 3 3 എത്ര എണ്ണം ഉണ്ട്? 1 2 3 എണ്ണം. രണ്ടുകൾ 5 എണ്ണം നോക്കിക്കോ. 1 2 3 4 5 5 രണ്ടുകൾ 1 2 3 3 മൂന്നുകൾ കഴിഞ്ഞോ? ഇല്ല. ഇനി ആരുണ്ട്? 5 ഉണ്ട് അല്ലേ? എത്ര 5 ഉണ്ട് നോക്കിയേ. 1 2 2 5കൾ 1 7. ഇത്രയുമാണ് ആൻസർ. ഇന്നിപ്പോ ഞാൻ ചോദിച്ചിരിക്കുന്നത് 5 മുതൽ 10 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക ചിലപ്പോൾ 1 മുതൽ 5 വരെ ആയിരിക്കും, അല്ലെങ്കിൽ 10 മുതൽ 15 വരെ ആയിരിക്കും, ചിലപ്പോൾ 15 മുതൽ 20 വരെ ആയിരിക്കും. എങ്ങനെ ചോദിച്ചാൽ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ആരും തന്നെ മറക്കണ്ട, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഫസ്റ്റ് മുതൽ നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന ബാച്ച് ആണ് നമ്മുടെ എൻഡ് ഗെയിം ബാച്ച്. ആരും തന്നെ മിസ് ചെയ്യരുത്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ നമുക്ക് പഠിച്ചെടുക്കാം.